അയ്യപ്പള്ള എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് വർക്കിനായിട്ട് കിട്ടിയിരിക്കുന്നത് ഫോക്സ് വാഗൻ പോളോ വണ്ടിയാണ്. ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസൊക്കെ ഉണ്ട്. ഗ്യാസൊക്കെ കറക്റ്റ് ലെവലുണ്ട്, പക്ഷേ നമുക്ക് AC ഓണാക്കി ചെയ്യുന്ന സമയത്ത് തണുപ്പ് തീരെ വരുന്നില്ല. കംപ്രസറിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, ക്ലച്ച് പിടിച്ചിട്ട് വർക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. പക്ഷേ വണ്ടിയുടെ ഉള്ളിലോട്ട് തീരെ തണുപ്പ് ഒരു പൊടി പോലും തണുപ്പ് വരുന്നില്ല. അപ്പോൾ അതാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത്. ഇത് ചില സമയത്ത് ഫസ്റ്റ് ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ആയിട്ട് തണുപ്പ് കാണിക്കുന്നുണ്ട്. നമുക്ക് പുറത്തെ പൈപ്പുകളിലൊക്കെ നോക്കി കാണുന്ന സമയത്ത് തീരെ തണുപ്പൊന്നും അനുഭവപ്പെടുന്നില്ല, ജസ്റ്റ് ആ പൈപ്പിൻ്റെ തണുപ്പ് മാത്രമേ ഉള്ളൂ. നമുക്ക് എന്തായാലും ഇതിൻ്റെ കംപ്രസർ ഒന്ന് അഴിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. കംപ്രസറിൻ്റെ ഉള്ളിലുള്ള വാൾവ് ചേഞ്ച് ചെയ്തിട്ട് നോക്കാനുള്ള പരിപാടി. അപ്പോൾ അതിനെ നമ്മൾ കംപ്രസറിൻ്റെ ബാക്ക് സൈഡിൽ വരുന്ന 6 ബോൾട്ടുകൾ 10 mm 6 ബോൾട്ടുകളാണ്. അത് അഴിച്ചെടുത്തിട്ട് ബാക്കിലത്തെ കവർ നമുക്ക് ഊരിയാൽ അതിനകത്താണ് നമ്മുടെ കൺട്രോൾ വാൾവ് വരുന്നത്. അപ്പോൾ അത് റീപ്ലേസ് ചെയ്തിട്ട് വേണം നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ അഴിച്ചിട്ട് ഇതിനകത്ത് കരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം. ജസ്റ്റ് നമ്മൾ പൈപ്പ് അഴിക്കുന്ന സമയത്ത് ജസ്റ്റ് ചെക്ക് ചെയ്യും. അതിനകത്ത് കരിയൊന്നും കണ്ടില്ല. നമുക്ക് ഇതിനുള്ളിലും കൂടി ഒന്നും കൂടി കരി ഉണ്ടോയെന്ന് നോക്കണം. കരി ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആ വാൾവ് മാറിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതിന് കവറൊന്ന് അയച്ച് നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് കരി ഉണ്ടെങ്കിൽ അറിയാം. അപ്പോൾ ഓക്കെ ഗൈസ്, ഇതിനകത്ത് കുഴപ്പമൊന്നുമില്ല, കരിയും കാര്യങ്ങളൊന്നുമില്ല, നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്, നല്ല ഓയിലാണുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു 17 mm നെറ്റ് ഊരിയാൽ അത് ആ വാൾവിൻ്റെ മുകളിലാണ് ഫിറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ അത് ഊരിയെടുത്ത് കഴിഞ്ഞാലാണ് നമുക്ക് വാൾവ് ഊരാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം നമ്മളതാണ് 17 mm നെറ്റ് ഊരിയെടുത്തിട്ട് മാറ്റി വയ്ക്കണം. അതിനുശേഷം നമുക്ക് ഈ പ്ലേറ്റുകളെല്ലാം ഇങ്ങനെ ഓരോന്നായിട്ട് ഊരിയെടുക്കണം. ഈ പ്ലേറ്റ് മൊത്തത്തിൽ ഇങ്ങനെ ഊരിയെടുത്ത് കഴിഞ്ഞാൽ അത് പോരും. ചെറിയൊരു പിടുത്തണ്ടായിരിക്കും, അത് കുറേ കാലമായിട്ട് ഇങ്ങനെ ടൈറ്റായിട്ട് ഇരുന്നതിൻ്റെയാണ്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഊരിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിങ്ങോട്ട് ഊരിയെടുത്ത് നോക്കൂ, ഉള്ളിലൊക്കെ നല്ല നീറ്റായിട്ടിരിക്കുകയാണ്. ഇതാണ് നമുക്ക് മാറാനുള്ള വാൾവ്. നോക്കൂ, ഇതാണ് അതിൻ്റെ കൺട്രോൾ വാൾവ്. അപ്പോൾ ഈ വാൾവാണ് നമുക്ക് കംപ്രഷനും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വാൾവ് നമുക്ക് പുറത്തുനിന്ന് നോക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവുന്നില്ല. നമുക്ക് ഇതിൻ്റെ ഈ കോലം കണ്ടിട്ട് നമുക്ക് ഇത് പോയതായിട്ടുള്ള ലക്ഷണം കാണാനുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കംപ്രസർ വരുമ്പോഴുള്ള വാൾവായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് റീപ്ലേസ് ചെയ്യാം. ഉള്ളൊക്കെ നല്ല നീറ്റാണ്, നല്ല ഗ്രീൻ ഓയിലൊക്കെ ഒന്നും നോക്കുന്നത്, വേറെ കച്ചറും കാര്യങ്ങളൊന്നും കാണാനുണ്ട്. അപ്പോൾ എന്തായാലും വാൾവ് മാറിക്കഴിഞ്ഞാൽ റെഡി ആവേണ്ടതാണ്. ഇതാണ് നമ്മുടെ പുതിയ വാൾവ്, സെയിം തന്നെയാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ കൺട്രോൾ വാൾവ് പുതിയത്. അപ്പോൾ നമുക്കിത് കംപ്രസറിനകത്തോട്ട് ഇൻസെർട്ട് ചെയ്യാം. അതിനകത്തൊരു ഓറിങ് വരുന്നുണ്ട്, അത് മിസ്സാവാതെ നോക്കണം. ജസ്റ്റ് അതിനുള്ളിലേക്ക് ഒന്ന് കയറിയിട്ടില്ല, ഒന്നുകൂടി പ്രസ് ചെയ്ത് വെച്ച് ഓക്കെ. നമുക്ക് ഇനി ബാക്കി സാധനങ്ങളെല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് ഇതിൻ്റെ നെറ്റിട്ടിട്ട് ടൈറ്റ് ചെയ്യാം. ടൈറ്റ് ചെയ്യുമ്പോൾ ഇതും അല്ലാതെ ഓവർ ടൈറ്റൊന്നും ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് സ്പാൻഡർ വെച്ചിട്ട് ഒന്ന് മുട്ടിച്ച് കൊടുത്താൽ മതി. അപ്പോൾ കൺട്രോൾ വാൾവിൻ്റെ മേലുള്ള ഈ സാധനമൊക്കെ കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ടോ എന്ന് നോക്കണം. ഓക്കെ, ഇനി നമുക്ക് ടൈറ്റ് ചെയ്തതിന് ശേഷം കവറൊക്കെ കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യാം. ഇത് ബോൾട്ടും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് പൈപ്പ് പിടിപ്പിച്ചതിന് ശേഷം ലീക്കും കാര്യങ്ങളൊക്കെ നോക്കണം. കാരണം നമ്മളിപ്പോൾ അഴിച്ചതാണ് എല്ലാ ഭാഗവും. അപ്പോൾ അവിടെ ജോയിൻറ്റിലൊക്കെ ലീക്ക് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ഗ്യാസ് അടിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ ബോൾട്ടും കാര്യങ്ങളൊക്കെ എല്ലാം കറക്റ്റായിട്ട് എല്ലാം 1-2 തവണ കറക്റ്റ് ടൈറ്റ് പിടിച്ചതിന് ശേഷം നമുക്ക് വണ്ടിയിലേക്ക് ഫിറ്റ് ചെയ്യാം. ഫിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ലീക്കൊന്ന് നോക്കിയിട്ട് വേണം ഗ്യാസ് അടിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങി ഇത് ഫിറ്റ് ചെയ്യുന്നൊന്നും കാണിക്കുന്നില്ല, നമ്മളിങ്ങി ഡയറക്റ്റ് ഗ്യാസൊക്കെ അടിച്ചതിന് ശേഷമുള്ള വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഗ്യാസ് എല്ലാം അടിച്ചു, വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ AC ഓണായി. നമ്മൾ ടെമ്പറേച്ചർ ഒന്ന് ലോയിലേക്ക് ആക്കുകയാണ്. ഓക്കെ, ലോയിലിട്ടു, ഫാൻ ഓക്കെയാണ്. നമ്മൾ റീസർക്കുലേഷൻ ഇടണം. ഓക്കെ ഗൈസ്, സംഭവം സക്സസ് ആണ്. നല്ല തണുപ്പ് വരുന്നുണ്ട്. നല്ല തണുപ്പ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ കൺട്രോൾ വാൾവിൻ്റെ കംപ്ലയിൻ്റ് ആയിരുന്നു, അതായത് ഗ്യാസ് ഉണ്ട് പക്ഷേ
പമ്പിങ് കാണിച്ചിരുന്നില്ല, തണുപ്പ് വന്നിരുന്നില്ല, ഒന്നുമില്ല. കംപ്രസർ പിടിക്കുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്, ഫാനും വർക്കായിരുന്നു, പക്ഷേ തണുത്തിരുന്നില്ല. അപ്പോൾ ഇതാണ് കൺട്രോൾ വാൾവ് മാറിയപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒറ്റയടിക്ക് പോയിട്ട് നമ്മൾ കംപ്രസറൊന്നും വാങ്ങി വെറുതെ പൈസ പറയേണ്ട, ജസ്റ്റ് നോക്കിയതിന് ശേഷം ചെയ്താൽ മതി എന്നാണ് നമ്മുടെ അഭിപ്രായം. നമുക്ക് പുറത്ത് പോയിട്ട് പൈപ്പും കാര്യങ്ങളൊക്കെ എന്താണ് അവസ്ഥ, കംപ്രസറിൻ്റെ വർക്കിങ് കാര്യങ്ങളൊക്കെ നോക്കാം. പൈപ്പൊക്കെ നല്ല തണുപ്പുണ്ട്, എല്ലാം നല്ല ഈർപ്പുണ്ട് കേട്ടോ.